Okay, good morning. So, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം എക്സ്പെരിമെന്റ് നമ്പർ 4 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദ ക്ലാസ് നമ്പർ 5, എക്സ്പെരിമെന്റ് നമ്പർ 5 ഓഫ് സ്റ്റാറ്റ് പ്രോ ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ് ലാബ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ലാബ് ഓഫ് പോളിടെക്നിക് സെമിസ്റ്റർ 5. സോ നമുക്ക് ഫിഫ്ത്ത് പ്രോബ്ലം ഏതാ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റ് നമ്പർ 5 എന്ന് പറയുന്നത്. വി ഹാവ് ദ പ്രോബ്ലം ഹിയർ. നമുക്കിതിൽ നമ്മളുടെ റിസൾട്ടുകൾ എടുക്കേണ്ടത് കറസ്പോണ്ടിങ് ടു എ കോമ്പിനേഷൻ ഓഫ് 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. അതായത് നമ്മൾ ഒരു 1.5 ടൈംസ്, അതായത് സേഫ്റ്റി ഫാക്ടർ ഓഫ് 1.5 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കോമ്പിനേഷന്റെ 1.5 ടൈംസ് ഉള്ളതിന്റെ റിസൾട്ട് ആണ് നമുക്ക് എടുത്ത് വെക്കേണ്ടത്. ഓക്കെ, സോ വി ഹാവ് എ ഹിഞ്ച് ബീം ഹിയർ, ലെങ്ത് ഓഫ് 11 മീറ്റർ, അതായത് 6 മീറ്ററിലും 5 മീറ്ററിലും ഉള്ളതും നമുക്ക് 0.2 meter and 0.3 meter depth. Okay, then we have got a point load of 20 kilonewton acting. Okay, നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. സോ നമ്മളുടെ സ്റ്റാറ്റിന്റെ സ്ക്രീൻ നമുക്ക് വിസിബിൾ ആണ്. നമ്മൾ പ്ലസ് റിസൾട്ട്സ് വ്യൂവിൽ എടുത്തു. അതിനുശേഷം നമുക്ക് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 0-യിലുണ്ട്, അതുപോലെ 6 മീറ്ററിലും ഉണ്ട്. ദെൻ വി ഹാവ് ഗോട്ട് അറ്റ് 5 മീറ്ററും കൂടെ എന്ന് പറയുമ്പോൾ 11. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഇനി മോഡൽ ചെയ്യാം. അതായത് ബീമിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ബീം എടുത്ത് ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ബീം 6 മീറ്റർ ഉള്ളത്, ദെൻ 5 മീറ്റർ ബീം. നമ്മൾ മോഡലിംഗ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ വി ഹാവ് ഗോട്ട് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ. പ്രോപ്പർട്ടി ആഡ് ചെയ്ത് കൊടുക്കുക, ഡിഫൈൻ ചെയ്യുക. റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. ഇറ്റ്സ് 0.3 ആൻഡ് 0.2 ഐ ബിലീവ്. ഓക്കെ, നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കാം. അത് തന്നെയല്ലേ അതിൻ്റെ ഡയമെൻഷന്. Okay, we have depth of 0.3 and width of 0.2 and 20 kilonewton load മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് അതിനെ ചെയ്ത് കൊടുക്കാം. സോ 0.3 ആൻഡ് 0.2 ഉള്ളത് നമുക്ക് അസൈൻ ടു വ്യൂ കൊടുത്ത് ഞാൻ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ അസൈൻഡ് ആയിട്ടുണ്ട്. സപ്പോർട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഒരു ഹിഞ്ച്ഡ് ആയിട്ടുള്ള ബീമാണ്. സോ നമ്മൾ പിൻഡ് സപ്പോർട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സ്ഥലത്ത് നമുക്ക് പിൻഡ് ആയിട്ട് തന്നെ കൊടുക്കാം. സോ വി ഹാവ് ഗോട്ട് എ പിൻഡ് സപ്പോർട്ട് ഹിയർ. ദെൻ നമുക്ക് ഇനി നെക്സ്റ്റ് കൊടുക്കാനുള്ള ലോഡ്സ് ആൻഡ് ഡെഫിനേഷൻസ് ആണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മളൊരു ഡെഡ് ലോഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡെഡ് ലോഡ് അതായത് സെൽഫ് വെയിറ്റ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സെൽഫ് വെയിറ്റ് എന്ന് കൊടുത്തു. ദെൻ അതുപോലെ ലൈവ് ലോഡ് ആയിട്ടുള്ളത് എത്ര ലോഡായിരുന്നു? ഒരു 20 കിലോന്യൂട്ടൻ്റെ ലോഡായിരുന്നു. സോ പോയിന്റ് ലോഡ് ഓഫ് 20 കിലോ ന്യൂട്ടൺ അതും കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പോരാ, നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് നമ്മുടെ റിസൾട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. സോ ഡിഫൈൻ എ കോമ്പിനേഷൻ. ആ കോമ്പിനേഷന്റെ പേര് ഞാൻ കൊടുക്കുന്നത് 1.5 ടൈംസ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് തന്നെ കൊടുക്കുകയാണ്. കാരണം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമ്മൾ എടുക്കേണ്ടത് ഏതിന് കറസ്പോണ്ടിങ് ആണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയ സ്ഥിതിക്ക് സെൽഫ് വെയിറ്റിനെയും കൊടുത്തു, അതുപോലെ തന്നെ അതിൻ്റെ ഡെഡ് ലോഡിനെയും ലൈവ് ലോഡിനെയും കൊടുത്തു. അതൊരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. 1.5ന്റെ ഓട്ടോ സേവ് വന്നു, സേവ് ചെയ്ത് കൊടുത്തു. അതുപോലെ നമുക്ക് ലോഡിംഗ് ഡയഗ്രാം എടുക്കുന്ന സമയത്ത് നമ്മളുടെ ലൈവ് ലോഡിന്റെ മാത്രം ഉള്ള ലോഡിംഗ് ഡയഗ്രാം മതി. സോ ഇറ്റ്സ് ഓക്കെ. ഇവിടുത്തെ കേസ് വരെ നോക്കുമ്പോൾ അത് ഓക്കെ ആണ്. സോ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആഡ് ചെയ്യാം. സെൽഫ് വെയിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആഡ് ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അസൈൻ ടു വ്യൂ ക്ലിക്ക് ചെയ്യുക. അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത് 20 കിലോന്യൂട്ടൺ ഉള്ളത്. സോ അതിനുവേണ്ടി നോഡൽ ലോഡിൽ നമ്മൾ -20 എന്ന് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. നൗ വി ക്യാൻ ഗോ ടു അസൈൻ ഇറ്റ്. യൂസ് കഴ്സർ ടു അസൈൻ ക്ലിക്ക് ചെയ്യുക. അസൈൻ ചെയ്തിട്ട് ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഗെറ്റ്സ് അസൈൻഡ്. ഓക്കെ, സോ കോമ്പിനേഷൻസ് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇനി അനാലിസിസ് ആൻഡ് പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് നോ പ്രിന്റ് എന്നുള്ളത് കൊടുത്ത് പെർഫോം അനാലിസിസ് ചെയ്തു. ക്ലോസ് ചെയ്യുക. Then go for analysis, run analysis. Structure is saved and we have got the analysis result. 0 errors ആണുള്ളത്. Go to post processing mode, then done കൊടുക്കുക. We have selected values here. Okay കൊടുക്കുക. Now we have the results here. ഓക്കെ, സോ ലോഡിംഗ് കണ്ടീഷൻ ആദ്യം നമുക്കൊന്ന് കാണാം. ലോഡിംഗ് കണ്ടീഷനിലെ ലോഡ് ഒന്ന് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലോഡ് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കതിനെ ഒന്ന് സ്കെയിൽ ചെയ്യണം. ഈ പോയിന്റ് ഫോഴ്സിനെ ഞാനൊന്ന് സ്കെയിൽ ചെയ്ത് നമുക്ക് കാണാൻ പാകത്തിനാക്കി. 20 കിലോന്യൂട്ടൺ ഇപ്പം വിസിബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസും വിസിബിൾ ആവാൻ വേണ്ടി ഇങ്ങനെ എടുത്തു. ഇതിനെ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തുകൊണ്ട് വെച്ചാൽ മതി. അതുപോലെ
നമുക്ക് ഇനി വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് അതിന്റെ ഡിഫ്ലക്ഷൻ ഡയഗ്രാംസ് വേണം. സോ ഡിഫ്ലക്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. എനിക്ക് വേണ്ടത് 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡിന്റെ റിസൾട്ടുകളാണ് വേണ്ടത്. സോ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിന്റെ സ്കെയിലിങ്സ് ഒന്ന് മാറ്റി കൊടുക്കാം. അത് നമുക്ക് 100 ആക്കാം. 100 ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് വിസിബിൾ ഹിയർ. സോ നമുക്ക് അതിന്റെ റിസൾട്ട്സ് നോക്കാം. വ്യൂ വാല്യൂസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബീം റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. വി ഹാവ് ഗോട്ട് ദ റിസൾട്ട്സ് ഹിയർ. ബെൻഡിങ് മൊമെന്റ്സ് ആൻഡ് വാല്യൂസ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു. സോ ഇതിന്റെ വാല്യൂ കറക്റ്റ് ചെയ്യാനായിട്ട് ആ നോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്താണെന്നുള്ളത് നോക്കി എടുക്കുക. ഇറ്റ്സ് 83.273 എഡിറ്റ് ചെയ്ത് ഇവിടെ വെച്ചാൽ മതി. അപ്പം നമുക്ക് വിസിബിൾ ആയിക്കോളും. വാല്യൂ നമുക്ക് എന്തായാലും ഇവിടുത്തെ റിസൾട്ട്സിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് സപ്പോർട്ടിനെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം ലേബൽസിൽ സപ്പോർട്ടിനെ അൺടിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. വി ഹാവ് റിമൂവ്ഡ് ഇറ്റ്. ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനെ നമുക്കൊന്ന് സ്കെയിൽ ചെയ്ത് കിട്ടണം. സോ വി ആർ ഗോയിങ് ടു സ്കെയിൽ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രം. സോ അതിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് നമുക്ക് വാല്യൂ വിസിബിൾ ആണ്. ഇറ്റ്സ് ഓക്കെ റൈറ്റ് നൗ. ദെൻ നമുക്ക് ഇത് പോരാ, നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വേണം. നൗ സ്ക്രീൻഷോട്ട് എടുക്കുക. സോ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് റിസൾട്ട് ആവശ്യമായിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ട്സ് ഒന്ന് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ലോഡിംഗ് ഡയഗ്രാം. കറക്റ്റ് അല്ലേ നമുക്ക് നോക്കാം. പിൻഡാണ് 6 മീറ്റർ 5 മീറ്റർ 20 കിലോന്യൂട്ടൺ, 6 മീറ്റർ 5 മീറ്റർ ആൻഡ് 20 കിലോന്യൂട്ടൺ ഈസ് ആക്ടിങ്. വി ഹാവ് ദ കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ ഡയഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടുത്തെ വാല്യൂ നോക്കിയിട്ട് അതൊന്ന് എഴുതി വെക്കുക ഇവിടെ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വിസിബിൾ ആവും. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഫിഗർ, നോട്ട് ദിസ് ഫിഗർ. Then അതുപോലെ we have got the shear force diagram and the bending moment diagram. Okay, so fifth experimentന്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട്സ് കറസ്പോണ്ടിങ് ടു 1.5 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആയിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നോട്ട് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് ഇനി 6th എക്സ്പെരിമെന്റ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.